ഹലോ ഗൈസ്, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ശക്തിമാൻ്റെ പുതിയൊരു എപ്പിസോഡ് റിലീസായെന്ന് പറഞ്ഞാൽ അത് തപ്പി ഞാൻ യൂട്യൂബ് തുറന്നപ്പോഴത്തേക്കും കാണുന്നത് മൊത്തം പ്രവീൺ കൊച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇഷ്യൂടെ. എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ നടക്കുന്നത്? എനിക്ക് ഇതേപ്പറ്റി സംസാരിക്കണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിട്ടായിരുന്നില്ല. കാരണം മറ്റുള്ളവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഇന്ന് ഞാൻ യൂട്യൂബ് തുറന്നപ്പോൾ ഫസ്റ്റ് ഞാൻ കാണുന്നത് പ്രവീൺ ബ്രോ ഇട്ട ഒരു പോസ്റ്റാണ്. അതിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യവും അതിൽ വന്നിട്ടുള്ള 2 കമൻസുമാണ്. ഫാമിലി ബ്ലോഗ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന കുറച്ച് ആളുകളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഞാനും എൻ്റെ ഫാമിലി ഇപ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ട്. സോഷ്യൽ മീഡിയാസ് ഒരുപാട് സൈബർ ബുള്ളിങ് തരുന്നു. പ്രതീക്ഷയിൽ ഒന്നുമല്ല ഇപ്പോൾ കാര്യം നിൽക്കുന്നത്, അതിലും കൈവിട്ട് പോയ ഒരവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ട് ആ അൺമാസ്കിങ് വീഡിയോ പ്രൈവറ്റ് ആക്കാൻ പോവാണ്. ഇതാണ് ആ ഒരു പോസ്റ്റിലുള്ളത്. അതിന് താഴെ വന്നേക്കുന്ന ഒരു കമൻറ്റ്: നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് മൊത്തം പബ്ലിക് പ്ലാറ്റ്ഫോമിന് മുന്നിലിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വരായികകളൊക്കെ ചിന്തിച്ചിട്ട് വേണമായിരുന്നു അത് ചെയ്യാൻ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന രീതിയിലാണ്. എന്നാൽ അതിന് ഓപ്പോസിറ്റായിട്ട് വേറൊരാൾ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയാസിലുള്ള യൂട്യൂബേഴ്സ്, അതായത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സാണ് ഈ ഒരു പ്രശ്നം ഇത്ര വഷളാക്കിയത്. വേറെ ചിലർ പറയുന്നുണ്ട്, വ്യൂവേഴ്സായിട്ട് ഉള്ളവർ അച്ഛനെവിടെ, അമ്മയെവിടെ, കൊച്ചെവിടെ എന്നൊക്കെ പ്രവീണിനോടും വൈഫിനോടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് അതിനുള്ള ആൻസറായിട്ട് പ്രവീൺ ബ്രോയും വൈഫും ആ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്നൊക്കെയാണ് കണ്ടത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം പറയണമെന്ന് തോന്നുന്നു. അതായത് ഫാമിലി വ്ലോഗ്സുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ നമ്മുടെ പേഴ്സണൽ ലൈഫാണ് നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ റിവീൽ ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിക്കുക. കാരണം അങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ ഇതേ വ്യൂവേഴ്സായിട്ടുള്ള ആളുകളെ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വരും എന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യരുത് എന്നുള്ളത് പോലും ഇത് ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തായിരിക്കും പിന്നെ നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകേണ്ട അവസ്ഥ വരിക. അപ്പോൾ സ്ഥിരമായിട്ട് കണ്ടിരിക്കുന്ന പ്രേക്ഷകർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അച്ഛനെയും അമ്മേനെയും കൊച്ചുവിനും ഒന്നും കാണുന്നില്ല എന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവരെവിടെ പോയി എന്ന് ഇതേ വ്യൂവേഴ്സ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം, റിയാക്ഷൻ വീഡിയോസ് ചെയ്ത യൂട്യൂബേഴ്സിനെ പറ്റി പറഞ്ഞതാണ്. പിന്നെ പൊന്നടാവേ, റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്താണ്? അവർ ഹൈലി സെൻസിറ്റീവായിട്ടുള്ള കണ്ടൻറ്റ് എന്നാണോ അതെടുത്തിട്ടായിരിക്കും അവർ റിയാക്ട് ചെയ്യുക. അത് തന്നെയാണ് അവരുടെ കണ്ടൻറ്റ്. അവരതിലൂടെ വരുമാനം കണ്ടെത്തുന്നവരാണ്. അപ്പോൾ അവർക്ക് വേറെ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ പിന്നെ അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും അത് ഒരു കുഞ്ഞും അറിയാണ്ട് സോൾവ് ചെയ്യണമായിരിക്കും നല്ലത്. അല്ലാണ്ട് നാട്ടുകാർക്ക് വിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ അതിൽ കയറി മേഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തരും. അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കണം നിങ്ങളുടെ ലൈഫ് പ്രൈവറ്റാക്കി വെക്കണോ അതോ പബ്ലിക് ആക്കണോ എന്നത്. അതുകൊണ്ട് ഫാമിലി വ്ലോഗ്സ് എന്നും പറഞ്ഞ് ഇനി ഇറങ്ങിത്തിരിക്കാനിരിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക, വേണോ വേണ്ടയോ? ഇത്രയും അപകടം പിടിച്ച ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കണോ വേണ്ടയോ എന്ന്.